രാഷ്ട്രം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെയാണ്. മനുഷ്യ സ്വഭാവത്തിൽ നിന്നാണ് രാഷ്ട്ര സ്വഭാവം വളരുക, പ്ലേറ്റോ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ എന്ന യാഥാർത്ഥ്യം തന്നെയാണ് രാഷ്ട്രമെന്ന് പറയുന്നത്. കൂട്ടായ്മയാണ്, അനേകായിരം മനുഷ്യരുടെ കൂട്ടായ്മയാണ് രാഷ്ട്രമെന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ മനസ്സിൽ നിന്ന് കടന്നു വരുന്ന ആ നന്മയും തിന്മയും അതിന് കാണാൻ സാധിക്കും. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കെന്നഡി പറയുന്ന രാഷ്ട്രം എനിക്ക് എന്തു ചെയ്തു എന്നല്ല, രാഷ്ട്രത്തിന് ഞാൻ എന്തു ചെയ്തു എന്നാണ് പ്രധാനം. അപ്പോൾ രാഷ്ട്രം എനിക്ക് ചെയ്യുന്ന പലതും ഉണ്ടാകും. അതിനെക്കുറിച്ച് നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് വ്യാകുലപ്പെടാതെ കൊണ്ട് എനിക്ക് രാഷ്ട്രത്തിന് വേണ്ടി, എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, എൻ്റെ സമൂഹത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് ഗാന്ധിജിയുടെ കെന്നഡിയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ, അദ്ദേഹം പ്രസിഡൻ്റായതിനു ശേഷമുള്ള ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെയുള്ള വാക്യമാണിത്. എൻ്റെ രാജ്യത്തിന് വേണ്ടി ത്യജിക്കുവാൻ എനിക്ക് ഒരൊറ്റ ജന്മമേ ഉള്ളൂ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം. അപ്പോൾ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കണം. താതൻ ഹാലെ പറയുന്നതാണ്, എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കടപ്പെട്ടവനാണ്. എനിക്ക് അടുത്തൊരു ജന്മം കിട്ടിയാലും ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ ഒപ്പം നീന്തുക അല്ലെങ്കിൽ മുങ്ങുക, ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക, അതിജീവിക്കുക അല്ലെങ്കിൽ നശിക്കുക, ഇതാണ് എൻ്റെ അചഞ്ചലമായ തീരുമാനം. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഒപ്പം നീന്താനായിട്ട് എനിക്ക് സാധിക്കണം. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. കർത്താവേ, രാഷ്ട്രത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. രാജ്യത്തിന് വേണ്ടി നന്മ ചെയ്യുവാൻ, ഈ രാജ്യത്തിലുള്ളവരെ സ്നേഹിക്കുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ, അവർക്ക് സമാധാനവും നൽകുവാനുള്ള ഭാവന ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.